മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകത്തിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മലയാളികൾക്ക് വളരെ പരിചിതമാണ് ഈ കൊട്ടാരം. സ്കൂളിൽ പഠിക്കുമ്പോഴും ടൂറുകളിൽ തുടങ്ങി എളുപ്പം വന്നു പോകുന്ന ഇടങ്ങളുടെ പട്ടികയിൽ കടന്നുകൂടിയ നമ്മുടെ സ്വന്തം മൈസൂർ. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൻകാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും വീണ്ടും നിർമ്മിക്കപ്പെടുകയുമുണ്ടായി. നാം ഇന്നു കാണുന്ന കൊട്ടാരം 1897 ആരംഭിക്കുന്നത്. 1912 പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. വലിയൊരു ഉദ്യാനത്താൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തത്. മൈസൂർ കൊട്ടാരവും ദസറയും വളരെ പ്രശസ്തമാണ്. മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിലെ കുക്കായിരുന്ന കാകസുര മാടപ്പ എന്ന ആളാണ് മൈസൂർ പലഹാരം ആവിഷ്കരിച്ചത്. മൈസൂർ കൊട്ടാരത്തിൽ 12 ക്ഷേത്രങ്ങളുണ്ട്. സവിശേഷമായ പല മുറികളും ഈ കൊട്ടാരത്തിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.